കേരള സെറ്റ് എക്സാമിനേഷൻ്റെ ലിറ്റററി ക്രിറ്റിസിസം, ലിറ്റററി തിയറി, കൾച്ചർ സ്റ്റഡീസ് ഈ 3 പാർട്ടിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മേജർ തിയറിസ്റ്റ് അവരുടെ വർക്കുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. കഴിഞ്ഞൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഞാൻ തന്നിട്ടുള്ള വീഡിയോക്കകത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള, റെഡ് മാർക്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള തിയറിസ്റ്റുകളോ അവരുടെ തിയറീസോ അല്ലെങ്കിൽ അവരുടെ അതർ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ മേജർ വർക്കുകളെല്ലാം ഒന്നുകിൽ ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ റിപ്പീറ്റഡ് ആണ്. ഒന്നുകിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്സ് ആവാം, അതും അല്ലെങ്കിൽ ക്രോണോളജിക്കൽ സീക്വൻസ് ആവാം. ഏതെങ്കിലും ഒരു രീതിയിൽ സെയിം തിയറിസ്റ്റുകളെയോ അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ, കോൺസെപ്റ്റുകളോ ഒക്കെ റിപ്പീറ്റഡ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാത്രമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അണ്ടർലൈൻ ചെയ്യാത്ത ഭാഗങ്ങളെല്ലാം ഓപ്ഷനകത്ത് വന്നിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള തിയറിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും വർക്കുകളും എല്ലാം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതല്ല. ഓൾറെഡി സിലബസ് കംപ്ലീറ്റ് ആക്കിയ ഒരാൾക്കറിയാം ഓരോ മൊഡ്യൂളിനകത്തും ഏതെല്ലാം റൈറ്റേഴ്സ് ഉണ്ട്, ഏതെല്ലാം വർക്കുകളാണ്, തിയറികൾ, കോൺസെപ്റ്റുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മൊഡ്യൂളിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി എക്സാമിൻ്റെ മുന്നേ കുറച്ച് കൂടുതൽ അത് റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്ന് നമ്മളതിൻ്റെ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ആൻസർ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർക്കുകളും ഇൻഡെപ്ത് പഠിച്ച് അത്രയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടുക എന്നുള്ളൊരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും വരാം. കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അതേപോലെ റിപ്പീറ്റഡ് ആണെങ്കിൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറേയൊക്കെ നമുക്കറിയാം, കുറേയൊക്കെ നമ്മൾ പഠിക്കും, അതിനേക്കാൾ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും പൊതുവായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ സിലബസിനകത്തുള്ള എല്ലാ ഫേമസ് വർക്കുകളും, ഇപ്പോൾ അപ്പോളജി ഫോർ പോയട്രി അല്ലെങ്കിൽ സബ്ലൈം, അങ്ങനെയുള്ള ഓരോ റൈറ്റേഴ്സിൻ്റെയും ഓരോ തിയറിസ്റ്റിൻ്റെയും പ്രധാനപ്പെട്ട വർക്കുകൾ എടുത്തിട്ട് അതിനകത്തുള്ള ഫേമസ് സ്റ്റേറ്റ്മെൻറ്റുകളെ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ കൂടുതലായിട്ടും ഒരു പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. കൂടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഡയറക്റ്റ് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമായിരിക്കും. ഇനി മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മേജർ തിയറിസ്റ്റുകളും അവരുടെ വർക്കുകളും തമ്മിലായിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ മേജർ തിയറിസ്റ്റുകളും അവരുടെ തിയറീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ചില ടേംസുകൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. നെക്സ്റ്റ് ക്രോണോളജി വരുന്ന സമയത്ത്, ക്രോണോളജി പഠിക്കാനുള്ളൊരു എളുപ്പവഴി എന്ന് പറയുന്നത്, കുറച്ചും കൂടി ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ആ ക്ലാസിക്കൽ ക്രിറ്റിക്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ക്രിറ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഓരോ ലിറ്റററി ഏജിനകത്തും, ലിറ്ററേച്ചറിലെ ഓരോ ഏജിനകത്തും നമ്മൾ ഓരോ ക്രിറ്റിക്സും ഇന്ന ഏജിലാണ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ തിയറിസ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ വർക്കിൻ്റെ പബ്ലിക്കേഷൻ ഇയേഴ്സ് ഇന്ന ഒരു ഇയർ മുതൽ ഇന്ന ഇയർ വരെയാണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വയ്ക്കുക. വളരെ റെയർ കേസിൽ മാത്രമാണ്, പോസ്റ്റ്മസ് പബ്ലിക്കേഷനൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് കുറച്ചങ്ങോട്ട് ഡേറ്റൊക്കെ മാറിപ്പോവുള്ളൂ അല്ലെങ്കിൽ ഇയറൊക്കെ മാറിപ്പോവുള്ളൂ. അല്ലാത്തതൊക്കെ ഇപ്പോൾ ഒരു റൈറ്ററിന് നമ്മളിപ്പോൾ ഫിലിപ്സിൻ്റെ ആണെങ്കിൽ ഫിലിപ്സിൻ്റെ വർക്കുകൾ പബ്ലിഷ് ചെയ്ത വർഷം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെയാണ് എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് ഏജസിലെ ക്രിറ്റിക്സിൻ്റെ വർക്കുകളാണ് ക്രോണോളജി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേസമയം സെയിം ഏജിൽ വരുന്ന സമയത്താണ് നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായി പഠിച്ചവർക്ക് മാത്രമാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെൻറ്റ് ഏജസിലാണെങ്കിൽ നമുക്ക് ലിറ്ററേച്ചറിൻ്റെ ഏജ് വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിറ്റിസിസത്തിൻ്റെ കാലത്ത് അത്ര കൺഫ്യൂഷൻസ് ഒന്നുമില്ല, കാരണം എല്ലാ ഏജിലും ഒരുപാട് ക്രിറ്റിക്സ് ഒന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഒരു തിയറിസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ തിയറിസ്റ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രൊണോളജി വന്നു കഴിഞ്ഞാലും അതുപോലെ വേറെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ വെറും ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ മാത്രമാണ് നമുക്കറിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ തിയറിസ്റ്റിൻ്റെ വേറെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. ഒരു പക്ഷേ അതേ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ അതേ ക്വസ്റ്റ്യൻസ് തന്നെ സെയിം റിപ്പീറ്റേഷൻ അങ്ങനെ വരാൻ ചാൻസ് കുറവായതുകൊണ്ട് വളരെ റയറായിട്ടാണ് അങ്ങനെ റിപ്പീറ്റേഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ മെമ്പേഴ്സിനെ കുറിച്ച് ഒരേപോലെ സെയിം റിപ്പീറ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്, മെമ്പേഴ്സിൽ ആരൊക്കെയാണെന്നുള്ളത്. അങ്ങനെ അല്ലാത്ത കേസിലൊക്കെ വളരെ റയർ ക്വസ്റ്റ്യൻസാണ് അങ്ങനെ സെയിം റിപ്പീറ്റേഷൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കരുത്. നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസിനകത്ത് ഏത് റൈറ്ററിനെ കുറിച്ചാണോ മനസ്സിലാക്കുന്നത് അവരെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ക്രിറ്റിസിസമൊക്കെ ആണെങ്കിൽ മേജർ വർക്കുകൾ ഏതൊക്കെയാണ്, ക്രിട്ടിക്കൽ വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ പുതുതായി ഓരോ വർക്കിനകത്തും എന്തെങ്കിലും പുതിയൊരു ടേം അല്ലെങ്കിൽ ഒരു പുതിയ തിയറി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവർ വേറെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്സിൻ്റെ വർക്കിനെ കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വർക്ക് മാറ്റി ഇവർക്ക് വല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പൊതുവായ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു പോവുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിറ്റിസിസം പോലെയുള്ളൊരു പേപ്പർ അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിലെ ആ ഒരു ഭാഗം ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മാത്രം അനലൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഓപ്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്രൊണോളജി, മാച്ച് ദ ഫോളോയിങ്സ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനകത്തെല്ലാം റിപ്പീറ്റഡായി ചില തിയറിസ്റ്റുകളും വർക്കുകളും കോൺസെപ്റ്റുകളുമൊക്കെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് അവ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് പോവുക. ചെയ്യേണ്ട ഇപ്പോൾ ഒരു 150 എബോവ് ടോപ്പിക്സ് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു കൺഫ്യൂഷനല്ല ഇപ്പോൾ വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തതിനകത്തുള്ള മേജർ തിയറിസ്റ്റുകളെ ആദ്യം ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ടോപ്പിക്സുകളെല്ലാം അവരുടെ തന്നെ തിയറീസുകളും അവരുടെ തന്നെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തിയറിസ്റ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു 150 എബോവ് ടോപ്പിക്സ് ഇതിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയം വേണ്ട. പിന്നെ ഓൾറെഡി സിലബസ് കംപ്ലീറ്റ് ആക്കിയവരാണെങ്കിൽ ഇത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സിലബസിനകത്തുള്ള ബാക്കിയുള്ള ചില ടേംസുകളും എല്ലാം ഉണ്ടാവും. ബൈ ചാൻസ് വന്നുകൂടാന്നില്ല. അപ്പോൾ അതും കൂടി ജസ്റ്റ് നോക്കി പോവാം. എപ്പോഴും ഒരു സിലബസിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇപ്പോൾ റൈറ്റർ ആണെങ്കിൽ അവരുടെ മേജർ കോൺട്രിബ്യൂഷൻസ്, വർക്ക് ആണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണ് പറയുന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അപ്പോൾ ഇനി വരുന്ന സെറ്റ് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ HSST എക്സാമൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളൊരു എക്സാമാണ് ഇനി വരുന്നത്, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എക്സാമിന് പോകുന്നവരിൽ വളരെ സിസ്റ്റമാറ്റിക്കായി സിലബസ് കംപ്ലീറ്റ് ആക്കിയവരുണ്ടാവാം, അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും പല സാഹചര്യങ്ങൾ കൊണ്ടത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പോയവരുണ്ടാവാം, ആദ്യമായി എക്സാം എഴുതാൻ പോകുന്നവരുണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും 2, 3, 4 ദിവസം നമ്മൾ മുന്നിലുണ്ടാകുമ്പോൾ അതിനെ എത്രമാത്രം പോസിറ്റീവായി നമ്മൾ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്, അതായത് ഞാൻ പറഞ്ഞു വന്നത് പഠിച്ചവരോടല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിൻ്റെ ഒരു PDF അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അതെടുക്കുക. എന്നിട്ട് നിങ്ങൾ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള അവിടുന്ന് മുതൽ മോഡേൺ ഏജ് വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു തവണ വായിക്കുക. വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വായിച്ച് സമയം കളയരുത്.
ആ ഒരു ഓരോ ഏജിലും നിങ്ങൾക്ക് അറിയണമെന്ന് പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിയതും എന്നാൽ നിങ്ങൾ ഓൾറെഡി അറിയാത്ത കാര്യമാണെങ്കിൽ ആ ഭാഗങ്ങൾ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചു പോവുക. അതുപോലെ മോഡേൺ ഏജ് വരെയുള്ള അത്രയും നിങ്ങളുടെ സിലബസിനകത്തിൽ അത്രയും കാര്യങ്ങൾ വായിച്ചു പോവുക. ക്രിറ്റിസിസം ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ബി.എഡ് കഴിഞ്ഞ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും സൈക്കോളജി അതുപോലെ ടീച്ചിങ് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പാർട്ട് 1ഉം അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. PG കഴിഞ്ഞ ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി എക്സാമിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കൺഫ്യൂഷൻസ് ഇല്ലാതെ ടെൻഷൻസ് ഇല്ലാതെ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ മിക്ക ആളുകളും ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ എക്സാം. അപ്പോൾ ഈ വർഷത്തെ എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ കഴിയട്ടെ.